ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ട്രൈ ചെയ്യണത്. വേറെ ഒന്നല്ല, ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. ഒക്കെ എല്ലാവരും ഒരിക്കലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ചിക്കന് പകരം നഗറ്റ്സ് ആണ് യൂസ് ചെയ്യണത്. നഗറ്റ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഫ്രോസൺ നഗറ്റ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജീസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാവും. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് സോസാണ് ആഡ് ചെയ്യേണ്ടത്. അതിന് ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മൂന്നും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്ത് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് മുട്ട പൊരിച്ചതാണ്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മൾ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയ കാരണം മുട്ട ചിക്കി വെച്ചതുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനൊപ്പം തന്നെയാണ് നമ്മൾ നഗറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നഗറ്റ്സ് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ലഞ്ചായിട്ടൊക്കെ നിങ്ങൾക്ക് സ്കൂളിലേക്ക് കൊടുത്തിടാൻ പറ്റും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കും. റൈസ് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റൈസ് ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ടാണ് ഫുൾ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തത്. പാത്രം ചെറുതായി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. നഗറ്റ്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.